ആ അതെ അതെ, ഇവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള ചില MLA-മാരാണല്ലോ ഈ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്തൊക്കെ എന്നെ ഇങ്ങനെ അധിക്ഷേപിച്ചു, അത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ. നേരത്തെ ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികളെ അടക്കം അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പോട്ടെ, സ്വന്തം പാർട്ടി ലീഡർമാരെ അപഹസിച്ചുകൊണ്ട് കൊടുത്തില്ലേ. ഇപ്പോൾ ഈ കുറ്റം പറയുന്ന സാക്ഷാൽ BD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിനെതിരെ ഈ സൈബർ സംഘം നടത്തിയ ആക്രമണം എന്താ ഒരു ഘട്ടത്തിൽ? അപ്പോൾ ഇവര് ആക്രമിക്കാൻ ഇങ്ങനെ വൃത്തികെട്ട ഭാഷ പ്രയോഗിക്കുന്നവർ ഇന്ന് ഞങ്ങൾക്കെതിരാണെങ്കിൽ നാളെ അവരുടെ ഇടയിലുള്ള ആളുകൾക്കെതിരെ തന്നെ അതെല്ലാം പ്രയോഗിക്കും. അത്ര വൃത്തികെട്ട സ്വഭാവമാണ് ഈ സംഘം കാണിക്കുന്നത് എന്നുള്ളതാണ്. ഭാഷയാണ് അതിലേറ്റവും പ്രധാനം. നമ്മളെ ആരെങ്കിലും ചെളിവാരി എറിഞ്ഞാൽ നമ്മളല്ല ചീത്തയാവുന്നത്, കേട്ടില്ലേ? നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തിലാണ്. അതുകൊണ്ട് അത് ഈ സമൂഹത്തിന് ബോധ്യമുണ്ട്. മാത്രമല്ല, ഈ സൈബർ ആക്രമണം വന്നപ്പോൾ കൂടുതൽ ആളുകൾ ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങി. എപ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതി വന്നത്, എപ്പോഴാണത് നശിപ്പിക്കാൻ തുടങ്ങിയത്, അത് ഈ സമൂഹത്തിനകത്ത് വ്യക്തമായിട്ടുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാരടക്കം പറയുന്നതാണ്. അടുത്ത വർഷം പിന്തുണക്കുന്ന സമയത്ത് ഈ കോമൺ മിനിമം പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്തു. അതിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് എന്നത്. അദ്ദേഹം പറഞ്ഞതിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കരുത്. അതേ ഒരു ഉയർന്ന നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു സാഹിത്യകാരനാണ്. ചിലപ്പോൾ വൈകാരികമായിട്ടാണ് സാഹിത്യകാരന്മാരൊക്കെ ഇത്തരം കാര്യത്തിൽ പ്രതികരിക്കുക. ഞങ്ങളതിൽ പറയുന്നത് പ്രായോഗികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ചു അല്ല പറഞ്ഞത്. പിന്നീട് അശോകൻ ചെരുവിലൊക്കെ അദ്ദേഹത്തെ കാണാൻ പോയല്ലോ. അപ്പോൾ അദ്ദേഹം സാർ പറഞ്ഞത് ഞാൻ അങ്ങനെ തെരഞ്ഞെടുപ്പൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, ഇടതുപക്ഷ സംഘടനാ ബലം ചോർന്നു പോകരുതെന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത് മൂന്നാമത് ഇടതുപക്ഷം വന്നില്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? മാത്രമല്ല, മൂന്നാമതും ഇടതുപക്ഷം വന്നിട്ടില്ലെങ്കിൽ ആരാ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? ലൈഫ് മിഷൻ തുടരണ്ടേ? അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടരണ്ടേ? ഈ പറയുന്ന ആർദ്രം മിഷൻ ആരോഗ്യത്തിൻ്റെ ഇപ്പം 840 PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി. 946 എണ്ണമുണ്ട്. ബാക്കിയുള്ളത് UDF വന്നാൽ തുടരുമോ? കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുമോ? ഇന്നലെ ഇവിടെ എറണാകുളത്ത് എന്തൊരു അഭിമാനകരമായ സ്ഥാപനമാണ്. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ കൂടി അവിടെയുള്ള സമയത്താണ് CCRCയുടെ തറക്കല്ലിട്ടതും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ സമർപ്പിച്ച് CCRCക്ക് 300 കോടിയിലേറെ രൂപ അനുവദിച്ചതും. അന്ന് തറക്കല്ലിട്ടു. വലിയ ആശുപത്രി ആയതുകൊണ്ട് ഇത്തിരി സമയം എടുത്തു. ഇപ്പോൾ അത് നന്നായിട്ട് പൂർത്തിയായില്ലേ? ഈ ഗവൺമെൻറ് കൊണ്ടുവന്നതല്ലേ മലബാർ ക്യാൻസർ സെൻറ്റർ. അവിടെ സഖാവ് പിണറായി എന്തൊക്കെ ആക്ഷേപം കേട്ടു. ഇപ്പോൾ MCC എത്ര ആയിരങ്ങൾക്ക് അനുഗ്രഹമാണത്. അപ്പുറത്ത് RCC നേരത്തെ ഉള്ളതാണ് തെക്ക് ഭാഗത്ത്. മധ്യ കേരളത്തിൽ ഒരു നല്ല ക്യാൻസർ സെൻറ്റർ വേണം എന്ന് കരുതിയിട്ടാണല്ലോ ഈ CCRC ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങൾ അന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരെ അടക്കം വിളിച്ചു വരുത്തി അതിൻ്റെ ചുമതല കൊടുത്തിട്ടാണ് നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ ലക്ഷണമൊത്ത ഒരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തുടരണമെങ്കിൽ UDF തുടരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ പരിഷ്കാരങ്ങളല്ല, ഈ ഹെൽത്ത് കേരളം മാതൃകയായിട്ട് മാറിയിരിക്കുകയല്ലേ. ഈ ഹെൽത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് പരിശോധിക്കാൻ കേന്ദ്ര സംഘം വന്നപ്പോൾ അവർ പറഞ്ഞു ഒരു മീറ്റിങ്ങിൽ, ഓൺലി യു ക്യാൻ ഡു ദാറ്റ് എന്ന് വെച്ചാൽ കേരളത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മുഴുവൻ സംസ്ഥാനത്തുടനീളം ഈ ഹെൽത്ത് പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എത്ര കോടികളാണ് അതിന്? 92 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷേ 10,000 കോടി രൂപ വേണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ, ഇനി വിജ്ഞാന കേരള പദ്ധതി അടക്കം മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയുണ്ടാവണമെന്നാണ് ഞങ്ങൾ പറയുന്നത്.